ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഇപ്പം എണീറ്റതേ ഉള്ളൂ. ഇന്ന് ഞായറാഴ്ചയാണ്. വണ്ടിയുടെ സൗണ്ട് ഉണ്ട് കേട്ടോ, താഴെ റോഡാണ്, അപ്പോൾ ക്ഷമിക്കണേ. അപ്പോൾ രാവിലെ ചായ ഇട്ടിട്ടുണ്ട്. ഇനി കുഞ്ഞനുള്ള ചായ മുകളിൽ കൊണ്ടുപോകണം. അപ്പോൾ മുകളിൽ കിടന്നുറങ്ങുവാണ്. ഇന്ന് വേറെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് അവൻ്റെ കുറേ കാര്യങ്ങൾ തന്നെ. ഇനി നമുക്ക് അവന് ചായ കൊണ്ടു കൊടുക്കാൻ പോകാം. താഴെ കിടത്താൻ സ്ഥലമില്ല, അതുകൊണ്ടാണ് മുകളിൽ കിടത്തിയിരിക്കുന്നത്. നമുക്കിനി ചായ കൊണ്ടു കൊടുത്തിട്ട് അവിടെ മുകളിലത്തെ കലാപരിപാടികൾ കാണാം. നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. പാലിന് വേണ്ടിയിട്ട് കിടന്ന് പിടിവലി കൂടണ പാലിന് വേണ്ടി. പാത്രം പാലിന്റെ പാത്രമാണെങ്കിൽ തട്ടി താഴെ ഇട്ടേക്കുന്നത്. ഒരു മണ്ണിലുള്ള പാത്രമാണ് ഞാൻ വെച്ചിരുന്നത്. അതിനെയാണെങ്കിൽ തട്ടി താഴെ ഇട്ട് പൊട്ടിച്ച്, അതുകൊണ്ട് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ വെച്ചപ്പോഴത്തേക്കാണെങ്കിൽ അതിനെ തട്ടി താഴെ ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഇവിടെ തുറന്നാണ് ഇട്ടേക്കുന്നത്. എൻ്റെ കൂടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അവർ പറഞ്ഞ് അതിനെ പൂട്ടിയിട്ട് വളർത്തരുത്, ചൂടാണ് ചേച്ചി എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഇപ്പോൾ തുറന്നാണ് ഇട്ടേക്കുന്നത്. പേടിയുണ്ട്, താഴെ റോഡായതുകൊണ്ട്. പിന്നെ അതുകൊണ്ട് തുറന്നു വിട്ടതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷം. ഇപ്പോൾ തുറന്നു വിട്ടതുകൊണ്ട് സന്തോഷമൊക്കെ ഉണ്ട്. നില്ല് നിനക്ക് തരാം. ഇത് കഴുകണ്ടേ? ഇത് കഴുകണോ? നീ തന്നെ തറയിൽ തള്ളിയിട്ടത്? എൻ്റെ കുഞ്ഞാ നീ തന്നെ തറയിൽ തള്ളിയിട്ടത്? കഴുകി കൊണ്ടുവരാം. കുഞ്ഞാ എവിടെ? അപ്പോൾ എന്നോട് 2-3 പേര് പറഞ്ഞു, ചേച്ചി ഇത് അതിന് കൊടുക്കേണ്ട ആഹാരങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അതിലൊരുപാട് താങ്ക്സ്. പിന്നെ നമ്മൾ അതുകൊണ്ട് ഇപ്പോൾ ക്യാരറ്റൊക്കെ അതിൽ ചോറിലൊക്കെ ഇട്ട് വേവിച്ച് അതിനെയാണ് വെച്ച് കൊടുക്കുന്നത്. അല്ല, നമുക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കണമെന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഒരുപാട്, പിന്നെ അത് കുറച്ചൊക്കെ വാങ്ങിച്ച് വെച്ച് കൊടുത്തിട്ട് കഴിക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ ഇവനാണെങ്കിലെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളവിടെ കളിച്ചുകൊണ്ട് നടക്കണം. നമ്മളെ കാണുമ്പോൾ ചാടി കയറണം. ഭയങ്കര വെയിൽ കേട്ടോ. ടെറസിൻ്റെ മണ്ടയ്ക്ക് ആകുമ്പോഴേ ഭയങ്കര വെയിൽ, ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. ശരി തന്നെ പറഞ്ഞത്, അതിനകത്ത് കിടക്കുന്നതേ. പിന്നെയാണെങ്കിൽ ഇന്നലെ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നേ. അപ്പോൾ കുറേ ചെടികളൊക്കെ ഇത്തിരി വെള്ളമൊക്കെ കിട്ടി ഇത്തിരി ഒന്ന് പുഷ്ടിപ്പെട്ടിട്ടുണ്ട്. പിന്നെന്താ പറയാനാ, ഇതിന് എന്തൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ? ഇതൊക്കെ തന്നെ. ക്യാരറ്റ് എന്നോട് പറഞ്ഞ് ക്യാരറ്റ് വേവിച്ചത് കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ എന്തോന്ന് പറഞ്ഞു, പിന്നെ പാല്, തൈര് ഇതൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുടിക്കണണ്ട. ഇനി രാവിലെ പാല് വെച്ച് കൊടുക്കുള്ളൂ. പിന്നെ ഒരു നേരം മുട്ട കൊടുക്കും. പിന്നെ ക്യാരറ്റും ചോറിനും ഉപ്പ് കൂടിയിട്ട് വേവിച്ച് കൊടുക്കും. എൻ്റെ ചെടികൾ കണ്ട, ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉപ്പുണ്ട്. കണ്ട ചെടികളൊക്കെ ഇത്തിരി ഒന്ന് പുഷ്ടിപ്പെട്ടിട്ടുണ്ട്. പൂവൊക്കെ വന്ന് ഇങ്ങനെ പോയിട്ട് കാണാമെന്ന് തോന്നുന്നു. വേണ്ട, ഉണ്ട്. കുഞ്ഞാ കുടിച്ചില്ലേ? നീ കുടിച്ചില്ലേ കുഞ്ഞാ? എത്തിപ്പിടിക്കണണ്ട, എടുക്കാൻ വേണ്ടിയിട്ടാണ് കിടന്ന് എത്തിപ്പിടിക്കുന്നത്. കയ്യിൽ കടിക്കരുത്. കയ്യിൽ കടിച്ചാൽ ഞാൻ ശരിയായി കളയും. കയ്യിൽ തൊടരുത്. കയ്യിൽ കണ്ട. ഇത് അങ്ങോട്ട് നോക്ക്. കേട്ടാ, മിണ്ടാതിരിക്കേ. കളിക്കണം, ഇങ്ങനെ നിന്ന് ഓടി കളിക്കണം നമ്മളവിടെ. നിനക്ക് എന്തെങ്കിലും വേണോ? ഇവിടെ
കിച്ചുവിനെ കിടന്നോട്ട് വലിക്കുന്നു. കിച്ചു പേടിച്ച് വന്നതേ ഉള്ളൂ, അതുകൊണ്ട് കിച്ചുവിനെ കിടന്ന് വലിക്കുന്നത്. കിച്ചുവിനടുത്ത് ചുറ്റി പറ്റിയിരിക്കുന്നു. പണി എണീറ്റി എന്റെ കൈ വേണോ നിനക്ക്? നിനക്ക് വേണം. നിനക്ക് വേണമെങ്കിൽ നീ തോക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ ജയിച്ചതായിട്ട് എന്ത് ചെയ്യണം? നീ കുറിച്ചു ഞാൻ പാടിയ പാട്ടുകൾ കുളിക്കാൻ വാ, കുളിക്കാൻ വാ, കുളിക്കാം 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 കുളിക്കാം. അപ്പോ കുളിക്കാൻ ഭയങ്കര മടി, കുളിക്കാൻ ഭയങ്കര മടി. ഇന്നലെ കുളിച്ചതേ ഉള്ളൂ, ശകലം കുളിച്ചാൽ ചൂടെടുക്കും, ചൂട് ചൂട്. ഇവിടെ 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 വേണോ? ശകലം ശകലം കുളിച്ചാൽ ശകലം ശകലം. ഓ മാറി മാറി, കുളി മാറി, കുളി മാറി, ചെവിയിൽ വെള്ളമാക്കരുത്. ചൂടെടുക്കും, ചൂട് ചൂട് ചൂട്. അപ്പോ കുളിനാറി ചൂടെടുക്കും, 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 കുളിനാറി ചൂടെടുക്കും, ചൂടെടുക്കും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നിനക്ക് ചൂട് ചൂട്. അപ്പോ ചൂട് ചൂട്. ഇങ്ങനെ പിടിച്ചോ, ഇങ്ങനെ പിടിച്ചോ, ഇങ്ങനെ പിടിച്ച. അയ്യോ എന്ത് സുഖം, എന്ത് സുഖം, എന്ത് സുഖം, എന്ത് സുഖം. നിന്നെ ഞാൻ മാറി മാറി നിന്നെ ഞാൻ നടക്കാൻ സമ്മതിക്കില്ല. നിന്നെ ഞാൻ മാറി മാറി നടക്കാൻ. ഇനിയിപ്പോ പേടിച്ചോളൂ. എവിടെ എവിടെ? അയ്യേ കുളിച്ചേ, കുളിച്ചേതോ വാട്ടർ, കുളിച്ചേ കുളിച്ചേ കുളിച്ചേ. ഇല്ലേ ഇവിടെ കഴിയിടട്ടെ, കഴിയിടട്ടെ. ഇവിടെ ഇന്നലെ വൈകുന്നേരം കഴിയതേ ഉള്ളൂ, പക്ഷേ ഒന്നുകൂടെ കഴിയിട. ഇവിടെ വൃത്തി വൃത്തി വൃത്തിയില്ല, വൃത്തിയില്ല. നമ്മൾ നമ്മളിവിടെ കഴുകിയിടും, ഇടയ്ക്കിടയ്ക്ക് കഴുകിയിടും. ഇതാരും ഉപയോഗിക്കാത്ത ഒരു ബാത്റൂമാണ് വീട്ടിൻ്റെ മുകളിൽ. പിന്നെ താഴെ കിടത്താൻ നമുക്ക് സ്ഥലമില്ല, അപ്പോൾ അതുകൊണ്ടാണ് വീട്ടിൻ്റെ മുകളിൽ ഇട്ടേക്കുന്നത്. അപ്പം അത് കുറച്ച് പേര് പറഞ്ഞ് ചേച്ചി അതിനെ അടച്ചിടരുത്, ചൂടെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തുറന്നു വിട്ടേക്കുന്നത്. എന്നാലും പേടിയുണ്ട്, വീട്ടിൻ്റെ താഴെ റോഡല്ലേ, അപ്പോൾ എടുത്ത് ചാടുമെന്ന് പേടിയുണ്ട്. പിന്നെ കുഴപ്പമില്ല, അവനാണെങ്കിൽ തുറന്നു വിട്ടപ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ ഒരു ഇതായിട്ട് എനർജറ്റിക് ആയിട്ട് തോന്നണം. ഇവിടെ വൃത്തിയൊക്കെ ഉണ്ട്, ഇതിനകത്ത് തന്നെ വന്ന് കിടക്കും. മഴയൊക്കെ പെയ്യുമ്പോൾ ഇതിനകത്ത് തന്നെ വന്ന് കിടക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ലടാ കുഞ്ഞാ, എടാ നിനക്ക് വേറെ കുഴപ്പം വല്ലതും ഉണ്ടാ? കാലിലെല്ലാം വച്ച് തേച്ച്. കുട്ടി ഇതെന്തോന്ന്? അപ്പോ വെള്ളം 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 വേണമെങ്കിൽ കുടി. ഇത് നമ്മളെ ഒരു സബ്സ്ക്രൈബർ പിന്നെ ഇവന് കൊടുക്കുന്ന ഫുഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു തന്നിരുന്നു.
അപ്പോൾ അതൊരുപാട് താങ്ക്സ്. പിന്നെ ഇനി നിങ്ങൾക്ക് അറിയാമെന്നുള്ള എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ അറിയാമെങ്കിൽ പറഞ്ഞു തരണം. കാരണം നമുക്ക് ഇതിനെ കൊടുക്കുന്നതൊന്നും അറിഞ്ഞുകൂടാ. എനിക്കാണെങ്കിൽ പിന്നെ നേരത്തെ ആണെങ്കിൽ എപ്പോൾ കണ്ടാലും ദേഹത്ത് ചാടി കയറണം ഇവന്. പിന്നെ എനിക്കാണെങ്കിൽ നേരത്തെ ഒന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലായിരുന്നു ഇങ്ങനെ എടുക്കുന്നതും. പിന്നെ എനിക്ക് കൂടുതലും ഇഷ്ടമില്ലാത്തതെന്ന് വെച്ചാൽ നമുക്ക് താഴെ റോഡാണ്. അപ്പം നമ്മൾ നേരത്തെ ഒരു പൂച്ചയെ കൊണ്ടിട്ട് വളർത്തിയായിരുന്നേ. അപ്പോൾ ആ പൂച്ചയാണെങ്കിൽ ഇത് ഇങ്ങനെ അതിലിവിടെ അടച്ചിട്ടിരുന്നു. പക്ഷെ അത് കിടക്കൂല, ഏതാത് വഴിക്കെങ്കിലും അത് ചാടി അപ്പുറത്തെ കടയുടെ അകത്ത് അങ്ങനെയൊക്കെ കയറിയിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ അന്വേഷിച്ച് നടക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് കൊല്ലം. അപ്പം അതുകൊണ്ട് പിന്നെ അതിനുശേഷം ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. കിച്ചു എൻ്റെ അനിയനും കൂടെ പോയി എന്നെ അറിയാതെ അവൻ എൻ്റെ അനിയെ അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് ഇവക്ക് വാങ്ങിച്ചു കൊടുത്തതാണ്. അവൻ എനിക്കാണെങ്കിൽ വേറെ ഈ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമ്മളെ സ്വന്തം വീടല്ലല്ലോ, നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നതല്ലേ. അപ്പം അത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കാണെങ്കിൽ ആരും ഇല്ലാത്തത് കൊണ്ട് ഇവൻ കൂടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ ഇവൻ കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒന്ന് സമയമൊക്കെ പോവും, കയറി കളിക്കുമ്പോഴൊക്കെ ഒന്ന് സമയമൊക്കെ പോവും. പിന്നെ അങ്ങനെയൊക്കെ പോടും. നമ്മളെ ജീവിതത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒക്കെ അവന് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യട്ടല്ലേ. അപ്പോൾ ഇടാ കുഞ്ഞാ ടാറ്റോട്, ടാറ്റോടാ, ഇങ്ങോട്ട് നോക്കി ടാറ്റോട്. കുഞ്ഞാ വാ ഇന്ന് വാ, കുഞ്ഞാ ഇന്ന് വാ, ഇവിടെ വാ. കുഞ്ഞാ മര്യാദയില്ല പറഞ്ഞാ കേൾക്കൂല. കുഞ്ഞാ ഇവിടെ വാ, ആ ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. ടാറ്റോട്, നീ ടാറ്റോട്, ടാറ്റോട്. അത് പോസ്റ്റ് ചെയ്തിരിക്കും. മക്കളെ ടാറ്റോടാ, കുഞ്ഞാ ടാറ്റോടാ, കുഞ്ഞാ ടാറ്റോടാ, കുഞ്ഞാ ടാറ്റോടാ, ടാറ്റോട്, ടാറ്റോട്, ടാറ്റാ, ടാറ്റാ. നമുക്ക് ബൈ ബൈ പറയാമോ? നമുക്ക് ബൈ ബൈ പറയാമോ? നിനക്ക് കൊടുക്കേണ്ട ആഹാരമില്ല ഇവരാണ് പറഞ്ഞു തന്നത്. ഒരു ടാറ്റോട്, ഒരു ടാറ്റോട്. ചീച്ചി പോയാ, ടോയ്ലറ്റിൽ പോയാ? അവള് എന്താ പറയാ, ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റോട്, ടാറ്റോട്, ടാറ്റാ, ടാറ്റാ. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നൊക്കെ പറ മക്കളെ, പറയടാ. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, പറ, കമന്റ് ചെയ്യണം. അപ്പൊ അവൻ പറഞ്ഞായിട്ടല്ല, അവൻ പറഞ്ഞതേ എനിക്കും പറയാവുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ നമ്മൾ എന്താ പറയുക, നമുക്ക് ഇതൊക്കെയാണ് ഒരു രസം. നിങ്ങൾക്കും ഇത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കും ഇതല്ലേ ഒരു രസം അല്ലേ? ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.